ഹലോ എവ്രി വൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം നല്ല ക്രിസ്പി ആയിട്ടും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ. കുറച്ച് കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇത് പൊരിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതേപോലത്തെ കുറച്ച് വലിയ സൈസുള്ള ചെമ്മീനാണ്. നമുക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാം. മാരിനേഷന് വേണ്ടി നമുക്ക് ആദ്യം 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഈ ഒരു 500 ഗ്രാമിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ഹാഫ് കാശ്മീരി മുളക് പൊടി കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ആണുള്ളതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ 3/4 ടീസ്പൂൺ ഉപ്പാണ് ആവശ്യമായി വന്നത്. ഒന്നെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്നൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ആവശ്യമായി വരും. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ചെമ്മീനിലേക്കുള്ള മസാല ഇവിടെ റെഡിയാണ്. ഇനി ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ ചെമ്മീനിലും ഈ ഒരു മസാല പിടിക്കുന്ന രീതിയിലൊന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ടൈം ഉണ്ടെങ്കിൽ മിനിമം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഇതിൻ്റെ ഉപ്പോ എരിവൊക്കെ ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയുടെ വെള്ള മാത്രമാണ്. അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. യെല്ലോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പൊട്ടിക്കുമ്പോൾ ആ വെള്ളം മാത്രം കിട്ടുന്ന രീതിയിലൊന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ യൂസ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം ബീറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചെമ്മീനെടുത്ത് ഈ ഒരു എഗ് വൈറ്റ് ആ ചെമ്മീനിലെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലോറും സെയിം അളവ് തന്നെ 2 ടീസ്പൂൺ മൈദയുമാണ്. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ മൈദ. എഗ് വൈറ്റിൻ്റെ ആ ഒരു നനവിൽ തന്നെ നമുക്ക് നന്നാക്കി മിക്സ് ചെയ്യാനായിട്ട് പറ്റും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിക്ക് ഗ്രേവി പോലെ നല്ലൊരു മാരിനേഷനായിട്ട് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഓട്സാണ്. ഓട്സ് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഒന്ന് ചെറിയ ഒരു തരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നാക്കി തന്നെ നല്ല കൈവച്ച് അമർത്തി ഒന്ന് പൊടിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്ന ചെമ്മീനൊരു ക്രിസ്പി കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഓട്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ടൂത്ത് പിക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം ചെമ്മീൻ എങ്ങനെ പൊരിച്ചാലും അത് വേഗം ചുരുണ്ട് പോകും. അപ്പോൾ ചുരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുത്ത് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനും നമുക്കൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് ഓരോ ചെമ്മീനും സെപ്പറേറ്റ് എടുത്ത് നമുക്കിതേപോലെ ടൂത്ത് പിക്ക് കുത്തി ഓട്സിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചൂടോടെ കഴിക്കാനായിരിക്കും എപ്പോഴും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ചെമ്മീൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കോട്ട് ചെയ്ത് ഇതേപോലെ ചെയ്താലും മതി. ബാക്കിയുള്ള നമുക്ക് ഈ ഒരു മാരിനേഷനിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എപ്പോഴാണോ പൊരിക്കുന്നത് ആ സമയം മാത്രം നമുക്ക് ഇതേപോലെ ഓട്സ് കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമാണ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേഗം ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചൂസ് ചെയ്യാം. എണ്ണ നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്കൊക്കെ വെച്ചത് കൊണ്ട് ചെമ്മീൻ ചുരുണ്ട് പോവാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ചെമ്മീൻ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒന്ന് കളറ് ചേഞ്ച് ആയതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ് ഇളകി പോകും. ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടാൻ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലും നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നല്ല മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കുക.
നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഇതേപോലെ റെഡിയാക്കി വെച്ച് നമുക്ക് ആ സമയത്ത് പൊരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെമ്മീൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. നമ്മുടെ സ്പെഷ്യൽ ക്രിസ്പി ഫ്രൈഡ് ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് സിമ്പിളായിട്ടും വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.